സ്ക്രീൻ ടൈം കുറച്ച് ഫോക്കസ് നേടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങൾ. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് വിരൽത്തുമ്പിൽ ഒതുക്കി നിർത്തിയിരുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു സാങ്കേതിക വിദ്യ. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലെ മൊബൈൽ സ്ക്രീനുകൾ മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും ദൈനംദിന ജീവിതത്തെ തന്നെയും നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഈ ഡിജിറ്റൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീനുകളോടുള്ള അമിതമായ ആകർഷണം ഒരു വ്യക്തിഗത ബലഹീനതയോ സ്വഭാവ ദൂഷ്യമോ അല്ല. ലോകത്തിലെ ഏറ്റവും സമർത്ഥരായ ന്യൂറോ സയന്റിസ്റ്റുകളും ഡാറ്റ അനലിസ്റ്റുകളും ചേരുംപടി ചേർത്ത് നിർമ്മിച്ചെടുത്ത വൻകിട ഡിജിറ്റൽ ചതിക്കുഴികളിൽ നാം അറിയാതെ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഇതിനെ അറ്റൻഷൻ എക്കോണമി അഥവാ ശ്രദ്ധയുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കാം. നമ്മൾ ഒരു ആപ്പിൽ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റും ആ കമ്പനികളുടെ വരുമാനമാണ്. അതിനാൽ ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകളെയും വൈകാരിക പ്രതികരണങ്ങളെയും കൃത്യമായി പഠിച്ച ശേഷമാണ് ഓരോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനും ഗെയിമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നുവോ ആ സ്വാഭാവിക പ്രകൃതത്തെ ചൂഷണം ചെയ്യുകയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. കായികമോ മാനസികമോ ആയ അധ്വാനമില്ലാതെ വളരെ എളുപ്പത്തിൽ ഡോപ്പമൈൻ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഒരു ലൈക്ക്, ശബ്ദിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ കൺമുന്നിലൂടെ പോകുന്ന തമാശ നിറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് കുഞ്ഞു ഡോപ്പമൈൻ ഡോസുകളെ പ്രവഹിപ്പിക്കുന്നു. ഈ എളുപ്പവഴി തിരിച്ചറിയുന്ന മസ്തിഷ്കം വീണ്ടും വീണ്ടും ആ സന്തോഷം അനുഭവിക്കാനായി നമ്മെ ഫോണിലേക്ക് നയിക്കുന്നു. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഫോൺ അൺലോക്ക് ചെയ്യുകയും മണിക്കൂറുകളോളം സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ചുഴിയിലേക്ക് വീണുപോകുന്നു. വളരുന്ന കുട്ടികളിലും കൗമാരക്കാരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അഥവാ അറ്റൻഷൻ സ്പാൻ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കുറഞ്ഞു വരുന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രം നീളുന്ന ദൃശ്യങ്ങൾ കണ്ട് ശീലിച്ച ഒരു തലച്ചോറിന് ഒരു പുസ്തകം ഇരുന്ന് വായിക്കാനോ, ഒരു അധ്യാപകന്റെ ക്ലാസ് അരമണിക്കൂർ ശ്രദ്ധയോടെ കേട്ടിരിക്കാനോ, അല്ലെങ്കിൽ ജീവിതത്തിലെ സങ്കീർണമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനോ സാധിക്കാതെ വരുന്നു. ആഴത്തിലുള്ള സർഗാത്മക ചിന്തകൾക്കോ സാഹിത്യകലാ ആസ്വാദനങ്ങൾക്കോ ഉള്ള അവസരങ്ങൾ അവിടെ എന്നേക്കുമായി അടയുകയാണ് ചെയ്യുന്നത്. ഏത് കാര്യത്തിനും ഉടനടി ഫലം വേണം എന്ന തിടുക്കം മനുഷ്യരിൽ ക്ഷമയില്ലായ്മയും ദേഷ്യവും വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ യജമാനന്മാരാണോ അതോ അവയുടെ അടിമകളാണോ എന്ന പ്രസക്തമായ ചോദ്യം ഓരോ വ്യക്തിയും സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ചിന്തകളെയും വൈകാരിക ലോകത്തെയും ഭരിക്കുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ ശാസ്ത്രീയമായ വഞ്ചനാ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് മാറ്റത്തിനായുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതും ആയ പടി. തലച്ചോറിനെ വീണ്ടെടുക്കാനും യഥാർത്ഥ ലോകത്തിലെ യഥാർത്ഥ അനുഭവങ്ങളെയും ബന്ധങ്ങളെയും സമ്പൂർണമായി ആസ്വദിക്കാനും നാം ആദ്യം ചെയ്യേണ്ടത് ഈ സ്ക്രീനുകൾക്ക് പിന്നിലെ ശാസ്ത്രീയമായ ചതിക്കുഴികൾ മനസ്സിലാക്കുക എന്നതു തന്നെയാണ്. അധ്യായം 1: തിരിച്ചറിവും വിലയിരുത്തലും. മനുഷ്യർ സ്വന്തം തെറ്റുകളെയും ബലഹീനതകളെയും മനസ്സുകൊണ്ട് ന്യായീകരിക്കാൻ വളരെ മിടുക്കരാണ്. സ്ക്രീൻ ഉപയോഗത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് നാം വളരെ നിയന്ത്രിതമായാണ് അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നത് എന്നാണ്. ഞാൻ ജോലി ആവശ്യത്തിന് വേണ്ടിയല്ലേ നിരന്തരം ഫോണിൽ സന്ദേശങ്ങൾ അയക്കുന്നത്? രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ അറിയണ്ടേ? കൂട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നത് തെറ്റാണോ? വർക്ക് കഴിഞ്ഞ് കുറച്ചു സമയം മനസ്സൊന്ന് തണുപ്പിക്കാൻ വീഡിയോ കാണുന്നതല്ലേ? എന്നിങ്ങനെ ആയിരക്കണക്കിന് ന്യായീകരണങ്ങൾ നാം ദിവസേന സ്വന്തം മനസ്സിനോട് തനിയെ പറയാൻ ശീലിച്ചിരിക്കുന്നു. എന്നാൽ ഈ ന്യായീകരണങ്ങളുടെ മുഖംമൂടി മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ നാം കാണുന്ന ചിത്രം തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അപ്പുറത്താണ് നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ ആഴവും അതിനായി നാം ബലികഴിക്കുന്ന വിലപ്പെട്ട സമയവും. സ്വന്തം ശീലങ്ങളെ ഒളിച്ചോട്ടമില്ലാതെ കണ്ണാടിയിൽ നോക്കി നേരിടുന്നത് പോലെയുള്ള ഒരു സ്വയം വിലയിരുത്തലാണ് ഈ അധ്യായം ലക്ഷ്യമിടുന്നത്. നമ്മുടെ ഉള്ളിലെ ഡിജിറ്റൽ അടിമത്തത്തെ അളന്നു തിട്ടപ്പെടുത്തുക എന്നതാണ് സ്വയം വിലയിരുത്തലിലെ പ്രാഥമികമായ പടി.
ഇന്നത്തെ ഏത് സ്മാർട്ട് ഫോണും പരിശോധിച്ചാൽ അതിലെ ഡിജിറ്റൽ വെൽബീയിങ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം സംവിധാനങ്ങളിലൂടെ നാം ദിവസവും എത്ര മണിക്കൂർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ കാണാൻ സാധിക്കും. ഒരു ശരാശരി വ്യക്തിയോട് സ്വന്തം ദിവസത്തെ സ്ക്രീൻ ഉപയോഗം എത്രയായിരിക്കും എന്ന് ഊഹിച്ചു പറയാൻ ആവശ്യപ്പെട്ടാൽ അവർ സാധാരണയായി പറയുക 2 അല്ലെങ്കിൽ 3 മണിക്കൂർ എന്നായിരിക്കും. എന്നാൽ ഫോണിലെ ആധികാരികമായ ഡിജിറ്റൽ കണക്കുകൾ തുറന്നു നോക്കുമ്പോൾ അത് 5ഉം 6ഉം ചിലപ്പോൾ 8ഓ 9ഓ മണിക്കൂറുകളിലേക്ക് നീണ്ടു നിൽക്കുന്നത് കണ്ട് പലരും അമ്പരന്നു പോകാറുണ്ട്. ഇവിടെ സമയം മാത്രമല്ല നാം പരിശോധിക്കേണ്ടത്, ഒരു ദിവസം എത്ര തവണ നാം ഫോൺ കയ്യിലെടുത്ത് അൺലോക്ക് ചെയ്യുന്നുണ്ട് എന്ന കണക്കാണ്. ഒരു ദിവസം ശരാശരി 100-ലധികം തവണ, ചിലരിൽ 150-ലേറെ തവണ ഫോൺ വെറുതെ തുറന്നു നോക്കുന്ന ശീലം നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഉറച്ചു പോയിരിക്കുന്നു. അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത് ഓരോ 10-15 മിനിറ്റിലും ഒരിക്കൽ നമ്മുടെ കൈകൾ സ്വന്തം നിയന്ത്രണമില്ലാതെ പോക്കറ്റിലേക്കോ ഫോണിലേക്കോ നീളുന്നു എന്നർത്ഥം. ഇത് കേവലം ഒരു വിവരശേഖരണമല്ല, മറിച്ച് നമ്മുടെ മനസ്സും വിരലുകളും ഏതളവിലാണ് യന്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ പച്ചയായ തെളിവാണ്. ഈ അക്കങ്ങളെ നിഷേധിക്കാനോ അനാവശ്യമായി ന്യായീകരിക്കാനോ നിൽക്കാതെ തികഞ്ഞ ശാന്തതയോടെ അതിനെ അംഗീകരിക്കുകയും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയുമാണ് മാറ്റത്തിനായുള്ള ആദ്യത്തെ വലിയ ചുവടുവെപ്പ്. അനിവാര്യമായതും അനാവശ്യമായതും വേർതിരിക്കൽ. തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക്, ഔദ്യോഗിക ഇമെയിലുകൾക്ക്, ഓൺലൈൻ പഠനങ്ങൾക്ക്, അകലെയുള്ള പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ വഴിയറിയാൻ മാപ്പ് ഉപയോഗിക്കുന്നതിന് സ്ക്രീനുകളെ ആശ്രയിക്കുക എന്നത് അനിവാര്യമായ ആവശ്യമാണ്. ഇതിനെ നമുക്ക് ഗുണകരമായ അല്ലെങ്കിൽ അനിവാര്യമായ സ്ക്രീൻ ടൈം എന്ന് വിളിക്കാം. ഇവ നമ്മുടെ ജീവിതത്തിന്റെ ഉത്പാദനക്ഷമതയെയും ബന്ധങ്ങളെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്. എന്നാൽ ഇതിനപ്പുറത്ത് യാതൊരു ലക്ഷ്യവുമില്ലാതെ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ അറ്റമില്ലാത്ത ചുവരിലൂടെ വിരലുകൾ താഴേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക, ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, പ്രയോജനമില്ലാത്ത റീൽസുകളും ഷോർട്ട് വീഡിയോകളും മണിക്കൂറുകളോളം കണ്ട് സമയം കളയുക, ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനുകൾക്ക് പിന്നാലെ പാഞ്ഞു നടക്കുക, റിയൽ ലൈഫ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഓൺലൈൻ ഗെയിമുകളിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുക എന്നിവ അനാവശ്യമായ അല്ലെങ്കിൽ അടിയന്തിരമല്ലാത്ത സ്ക്രീൻ ടൈം എന്ന ഗണത്തിൽ പെടുന്നു. ഒന്ന് സൂക്ഷ്മമായി ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ദിനചര്യയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആകെ സ്ക്രീൻ സമയത്തിന്റെ ഭൂരിഭാഗവും ഈ രണ്ടാമത് പറഞ്ഞ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് ആർക്കും മനസ്സിലാകും. ഇതിനെ കൃത്യമായി തരംതിരിക്കാൻ ഒരു ലളിതമായ വഴി സ്വീകരിക്കാവുന്നതാണ്. കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഒരു ഡയറിയോ പേപ്പറോ എടുത്ത് സ്വന്തം ഡിജിറ്റൽ വിവരങ്ങൾ കുറിച്ചു വെക്കുക. രാവിലെ മുതൽ രാത്രി വരെ ഫോൺ എടുത്ത ആവശ്യങ്ങൾ, അതിനായി ചെലവഴിച്ച സമയം, അത് അനിവാര്യമായിരുന്നോ അതോ അനാവശ്യമായിരുന്നോ എന്ന കാര്യങ്ങൾ സത്യസന്ധമായി എഴുതി വെക്കുക. സ്വന്തം കൈപ്പടയിൽ ഈ കണക്കുകൾ എഴുതി പൂർത്തിയാക്കുമ്പോൾ രൂപപ്പെടുന്ന തിരിച്ചറിവ് ഫോണിൽ കാണുന്ന അക്കങ്ങളെക്കാൾ കൂടുതൽ ആഴത്തിൽ നമ്മുടെ മനസാക്ഷിയെ ഉണർത്തും. ഫോമോയിൽ നിന്ന് ജോമോയിലേക്കുള്ള മാനസിക പരിവർത്തനം. ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അഥവാ ചുറ്റും നടക്കുന്നത് അറിയാതെ പോവുമോ എന്ന ഭയം നമ്മെ ശക്തമായി ഭരിക്കുന്നു. ലോകത്തെവിടെയോ നടക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചു സംഭവം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഉയർന്നു വന്ന ഒരു പുതിയ തമാശ, സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പുതിയൊരു ചർച്ച അല്ലെങ്കിൽ ട്രെൻഡ്, സുഹൃത്തുക്കൾ പങ്കുവെച്ച ചിത്രങ്ങൾ, ഇവയൊന്നും ഞാൻ സമയത്തിനറിയാതെ പോകരുത് എന്ന അനാവശ്യമായ ഒരു ഉത്കണ്ഠ നമ്മെ നിരന്തരം പിടികൂടുന്നു. ലോകത്തിന്റെ ചലനങ്ങളിൽ നിന്നും ഞാൻ പുറന്തള്ളപ്പെട്ടു പോകുമോ എന്ന സ്വാഭാവിക ഭയത്തെയാണ് ആപ്പുകൾ കൃത്യമായി മുതലെടുക്കുന്നത്. എന്നാൽ ഈ മാനസികാവസ്ഥയ്ക്ക് പകരമായി നാം ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട തികച്ചും വിപ്ലവകരമായ ഒരു സങ്കല്പമാണ് ജോമോ, ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ഡിജിറ്റൽ ലോകത്തെ ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത അനാവശ്യ ബഹളങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രദർശനങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കുമ്പോഴും ലോകത്ത് നടക്കുന്ന എല്ലാ അനാവശ്യ കാര്യങ്ങളും ഉടൻ തന്നെ അറിയാതിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു പ്രത്യേക ശാന്തതയും സ്വാതന്ത്ര്യവുമുണ്ട്. ആ നിർവൃതിയെ ആസ്വദിക്കാൻ ശീലിക്കുക എന്നതാണ് ഫോമോയെ നമ്മിൽ നിന്നും പൂർണ്ണമായി തുരത്താനുള്ള ഒരേയൊരു വഴി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയേണ്ടതില്ല, എൻ്റെ മനസ്സിന്റെ സമാധാനവും എൻ്റെ സമയവുമാണ് എനിക്ക് പ്രധാനം എന്ന ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ
നാം ഡിജിറ്റൽ ലോകത്തിന്റെ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിതരാകുന്നു. ഈ സ്വയം വിലയിരുത്തൽ സ്വന്തം ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ സഹായിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. അവ ഏതെല്ലാമെന്ന് നോക്കാം. ഭയമില്ലാത്ത അംഗീകാരം. ആദ്യം സ്വന്തം ഡിജിറ്റൽ അഡിക്ഷന്റെ വലിപ്പം അളക്കുക. കണക്കുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണെങ്കിൽ അതിൽ വിഷാദിക്കാനോ സ്വയം കുറ്റപ്പെടുത്തി നിരാശനാകാനോ നിൽക്കരുത്. ഇതൊരു വലിയ രോഗം മാറ്റുന്ന ആദ്യ പടിയാണ് എന്ന് മനസ്സിലാക്കുക. ഉദ്ദേശം വ്യക്തമാക്കൽ. നിങ്ങൾ എന്തിനാണ് ഫോൺ കയ്യിലെടുക്കുന്നത് എന്ന് ഓരോ തവണയും സ്വയം ചോദിക്കുക. ഒരു കൃത്യമായ ഉദ്ദേശത്തോടെയാണോ അതോ വെറുതെ വിരസത മാറ്റാനാണോ ഫോൺ തുറന്നത് എന്ന് ബോധപൂർവം ചിന്തിക്കുക. ട്രിഗറുകൾ തിരിച്ചറിയൽ. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോണിലേക്ക് അഭയം പ്രാപിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണോ, ജോലിയിൽ മടുപ്പ് തോന്നുമ്പോഴാണോ, സങ്കടം വരുമ്പോഴാണോ, അതോ ഉറക്കം വരാതെ കിടക്കയിൽ കിടക്കുമ്പോഴാണോ? ഈ സന്ദർഭങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ സ്വയം നിയന്ത്രിക്കാൻ സഹായിക്കും. അധ്യായം 2. പ്രായോഗിക നിയന്ത്രണ മാർഗങ്ങൾ. പ്രശ്നത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കുകയും സ്വന്തം അവസ്ഥയെ സത്യസന്ധമായി വിലയിരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തതും ഏറ്റവും നിർണായകവുമായ ഘട്ടം പ്രവർത്തിക്കുക എന്നതാണ്. കേവലം അറിവുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ മാത്രം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മുടെ ദിനചര്യകളിൽ ബോധപൂർവം വരുത്തുന്ന കുഞ്ഞു മാറ്റങ്ങളാണ് നാളെ വലിയ വിപ്ലവങ്ങളായി മാറുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നാം നേടിയെടുത്ത തിരിച്ചറിവുകളെ പ്രായോഗിക ജീവിതത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മുഴുവനായും ചെയ്തു തീർക്കേണ്ടവയോ അല്ലെങ്കിൽ കഠിനമായ നിയമങ്ങളോ അല്ല. മറിച്ച് നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിനായി നാം തന്നെ നിർമ്മിക്കുന്ന ആശ്വാസത്തിന്റെ വഴികളാണ്. ഡിജിറ്റൽ മിനിമലിസം. സാങ്കേതിക വിദ്യയെ ലളിതമാക്കൽ. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മെ നിരന്തരം അസ്വസ്ഥരാക്കുന്ന ഡിജിറ്റൽ അന്തരീക്ഷത്തെ വൃത്തിയാക്കുക എന്നതാണ്. ഇതിനെ ഡിജിറ്റൽ മിനിമലിസം അഥവാ സാങ്കേതിക വിദ്യയുടെ ലളിതവൽക്കരണം എന്ന് വിളിക്കാം. നമ്മൾ താമസിക്കുന്ന മുറി അഴുക്കുകളും അനാവശ്യ വസ്തുക്കളും കൊണ്ട് നിറഞ്ഞിരുന്നാൽ അവിടെ ജീവിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണോ അത്രത്തോളം സങ്കീർണമാണ് അനാവശ്യ ആപ്പുകളും നോട്ടിഫിക്കേഷനുകളും നിറഞ്ഞ നമ്മുടെ ഫോണിന്റെ ഉള്ളിലെ ലോകവും. ഇതിൽ ആദ്യത്തെ വിപ്ലവം നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കുക എന്നതാണ്. നമ്മൾ ഫോണിലേക്ക് നോക്കാത്ത സമയത്തും നമ്മെ വിളിച്ചുണർത്തുന്ന സന്ദേശങ്ങളും പരസ്യങ്ങളുമാണ് ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയ വില്ലന്മാർ. ജോലി സംബന്ധമായ അടിയന്തര ഫോൺ കോളുകളോ സന്ദേശങ്ങളോ ഒഴികെ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും മറ്റനാവശ്യ ആപ്പുകളുടെയും എല്ലാവിധ നോട്ടിഫിക്കേഷനുകളും ബോധപൂർവം ഓഫാക്കുക. നിങ്ങൾ ഫോൺ തുറക്കുമ്പോൾ മാത്രം വിവരങ്ങൾ കണ്ടാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുക. രണ്ടാമതായി, ഫോണിന്റെ ഹോം സ്ക്രീൻ ലളിതമാക്കുക. ആപ്പുകളുടെ പളപളപ്പുള്ള ഐക്കണുകൾ കണ്ണിന് നൽകുന്ന ആകർഷണം വളരെ വലുതാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ ആസക്തരാക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ അല്ലെങ്കിൽ ഗെയിമുകൾ ഹോം സ്ക്രീനിൽ നിന്ന് മാറ്റി ഫോണിന്റെ ഉള്ളിലെ ഫോൾഡറുകളിൽ ഒളിപ്പിച്ചു വെക്കുക. ആവശ്യമെങ്കിൽ ഫോണിന്റെ ഡിസ്പ്ലേ ഗ്രേ സ്കെയിൽ അഥവാ കറുപ്പും വെളുപ്പും നിറത്തിലേക്ക് മാറ്റുക. വർണ്ണപ്പകിട്ടില്ലാത്ത സ്ക്രീനുകൾ തലച്ചോറിന് നൽകുന്ന ഡോപ്പമൈൻ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ഫോണിലേക്ക് അടിക്കടി നോക്കാനുള്ള പ്രേരണ ഇല്ലാതാക്കുകയും ചെയ്യും. നോ സ്ക്രീൻ സോണുകളും ഡിജിറ്റൽ അതിരുകളും. നമ്മുടെ ജീവിതത്തിൽ ചില അതിരുകൾ നിർണയിക്കുന്നത് സ്വാതന്ത്ര്യം തടയാനല്ല, മറിച്ച് നമ്മുടെ സമാധാനം സംരക്ഷിക്കാനാണ്. വീടിനുള്ളിൽ ചില ഇടങ്ങളെയും സമയങ്ങളെയും സ്ക്രീൻ മുക്ത മേഖലകൾ നോ സ്ക്രീൻ സോൺസ് ആൻഡ് ടൈംസ് ആയി പ്രഖ്യാപിക്കുക എന്നതാണ് അടുത്ത പ്രായോഗിക ചുവടുവെപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനം കിടപ്പുമുറിയെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റിവെക്കുക. ഫോൺ ചാർജ് ചെയ്യുന്നത് കിടക്കയ്ക്ക് അടുത്തായിരിക്കരുത്, മറിച്ച് നടന്നു ചെന്ന് മാത്രം എടുക്കാൻ കഴിയുന്ന ദൂരത്തിലായിരിക്കണം. അതുപോലെ പ്രഭാതത്തിൽ നമ്മെ ഉണർത്താൻ ഫോണിലെ അലാമിന് പകരം പഴയ തലമുറ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ ടേബിൾ ക്ലോക്ക് വാങ്ങി ഉപയോഗിക്കുക. ഇത് രാവിലെ എഴുന്നേറ്റയുടൻ ഫോൺ കയ്യിലെടുക്കുന്ന മാരകമായ ശീലത്തിന് പൂർണ്ണ വിരാമമിടും. കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭക്ഷണം ആസ്വദിക്കുമ്പോഴോ സ്ക്രീനുകളിലേക്ക് നോക്കുന്നത് ഭക്ഷണത്തോടും ഒപ്പമുള്ളവരോടുമുള്ള അനാദരവാണ്.
ഭക്ഷണ സമയത്ത് ഫോൺ പൂർണ്ണമായും മാറ്റിവെക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സഹായിക്കും. ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, മനസ്സമാധാനത്തിനായുള്ള വ്രതം. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ നാം ഉപവാസം അനുഷ്ഠിക്കുന്നത് പോലെ തലച്ചോറിലെ ഡിജിറ്റൽ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അഥവാ ഡിജിറ്റൽ വ്രതം വളരെ ഫലപ്രദമാണ്. ഇത് 2 രീതിയിൽ നടപ്പിലാക്കാം. ദൈനംദിന ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ദിവസവും ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് വൈകുന്നേരം 7 മുതൽ 9 വരെ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ വരാത്ത ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇടുകയോ ചെയ്യുക. ഈ സമയം കുടുംബത്തോടൊപ്പമോ വായനയ്ക്കോ നടക്കാനോ വേണ്ടി മാറ്റിവെക്കുക. വാരാന്ത്യ ഡിജിറ്റൽ ഡിറ്റോക്സ്. ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം, ഞായറാഴ്ച പോലെ ഒരു അവധി ദിവസം ഡിജിറ്റൽ ലോകത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ ശ്രമിക്കുക. അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കില്ല എന്നുറപ്പിക്കുക. ആദ്യമൊക്കെ അല്പം അസ്വസ്ഥത തോന്നുമായിരിക്കും, എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അനുഭവപ്പെടുന്ന മാനസിക പ്രശാന്തത വിവരണാതീതമായിരിക്കും. കുട്ടികൾക്കായി സ്ക്രീൻ ഫ്രീ സമയം ക്രമീകരിക്കൽ. ഈ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നത് മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ കുട്ടികളെ അടിച്ചമർത്താനോ ഉപദേശിക്കാനോ മുതിരുന്നതിനേക്കാൾ ഫലപ്രദമായി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മാതൃകയാവുക. കുട്ടികൾ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെക്കാൾ കൂടുതൽ അവരുടെ പ്രവൃത്തികളെയാണ് അനുകരിക്കുന്നത്. മാതാപിതാക്കൾ എപ്പോഴും ഫോണിൽ മുഴുകിയിരിക്കുമ്പോൾ കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കൃത്യമായ സമയം നിശ്ചയിക്കുക. കുട്ടികൾക്ക് ഫോൺ നൽകുന്നതിന് വ്യക്തമായ സമയപരിധി നിശ്ചയിക്കുക. പഠന ആവശ്യങ്ങൾക്കല്ലാതെ ദിവസം 1 മണിക്കൂറിലധികം സ്ക്രീൻ നൽകില്ല എന്നുറപ്പാക്കുക. കരച്ചിലിന് ഫോൺ പരിഹാരമാക്കരുത്. കുട്ടികൾ വാശി പിടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ സമാധാനിപ്പിക്കാൻ വേണ്ടി ഫോൺ കയ്യിൽ കൊടുക്കുന്ന ശീലം ഉടനടി അവസാനിപ്പിക്കുക. ഇത് കുട്ടികളിൽ വാശി കൂട്ടാൻ മാത്രമേ സഹായിക്കൂ. വ്യക്തിബന്ധങ്ങളും സ്ക്രീനുകളും. ഡിജിറ്റൽ യുഗത്തിലെ ഫബ്ബിംഗ്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഫബ്ബിംഗ്, ഫോൺ പ്ലസ് സ്നാപ്പിംഗ്. അതായത് ഒരാളുമായി നേരിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവഗണിച്ച് സ്വന്തം ഫോൺ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അപരിഷ്കൃതമായ ശീലം. പങ്കാളികൾ തമ്മിലോ മാതാപിതാക്കളും മക്കളും തമ്മിലോ സുഹൃത്തുക്കൾ തമ്മിലോ നടക്കുന്ന സംഭാഷണങ്ങളിൽ ഇന്ന് ഫോണുകൾ കടന്നുവന്ന് വില്ലനാകുന്നു. നമ്മോട് സംസാരിക്കുന്ന വ്യക്തിക്ക് ഇത് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. നിങ്ങളെക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളേക്കാൾ പ്രധാനം എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണമാണ്. ഇത് പങ്കാളികൾക്കിടയിൽ അവിശ്വാസവും അവഗണനയും അപകർഷതാബോധവും സൃഷ്ടിക്കുന്നു. ഇതിനായുള്ള പരിഹാരങ്ങൾ. ലിസണിംഗ് മോഡ് ഉറപ്പാക്കുക. ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ ഫോൺ സ്ക്രീൻ താഴേക്ക് തിരിച്ചു വെക്കുക, ഫേസ് ഡൗൺ, അല്ലെങ്കിൽ പോക്കറ്റിലേക്ക് മാറ്റുക. ഇത് വരാനിരിക്കുന്ന സംഭാഷണത്തിന് നൽകുന്ന വലിയൊരു ബഹുമാനമാണ്. ക്വാളിറ്റി ടൈം റൂൾ. കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്ന ദിവസത്തിലെ 1 മണിക്കൂറെങ്കിലും ഫോൺ പൂർണ്ണമായും മറ്റൊരു മുറിയിൽ വെക്കുക. സ്ക്രീൻ ഫ്രീ ഔട്ടിംഗ്. പുറത്തു പോകുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഫോൺ ഉപയോഗിക്കില്ല എന്ന് പരസ്പരം ഉറപ്പു നൽകുക. തൊഴിൽ അഥവാ പഠന മേഖലകളിലെ സ്ക്രീൻ ഉപയോഗവും ആരോഗ്യവും. ജോലിക്കായോ പഠനത്തിനായോ 8-10 മണിക്കൂർ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കേണ്ടി വരുന്നവർക്ക് സ്ക്രീൻ ഉപയോഗം ഒഴിവാക്കുക സാധ്യമല്ല. എന്നാൽ ഇത്തരം നിർബന്ധിത സ്ക്രീൻ ടൈം ഉൽപ്പാദിപ്പിക്കുന്ന ശാരീരിക മാനസിക ക്ഷീണത്തെ, ഡിജിറ്റൽ ബേൺഔട്ടിനെ തടയാൻ പ്രത്യേകം മുൻകരുതലുകൾ ആവശ്യമാണ്. അത്യാവശ്യ ക്രമീകരണങ്ങൾ. 20-20-20 റൂൾ. അതായത് ഓരോ 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗത്തിന് ശേഷവും 20 അടി ദൂരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് 20 സെക്കൻഡ് നേരം നോക്കി നിൽക്കുക. ഇത് കണ്ണിന്റെ പേശികൾക്ക് വലിയ ആശ്വാസം നൽകും. മൈക്രോ ബ്രേക്കുകൾ. ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് എഴുന്നേറ്റ് നടക്കുക, വെള്ളം കുടിക്കുക. തൊഴിൽ സമയം വേർതിരിക്കുക. ജോലി സമയം കഴിഞ്ഞാൽ ഔദ്യോഗിക ഇമെയിലുകളും മെസ്സേജുകളും നോക്കുന്നത് ബോധപൂർവം അവസാനിപ്പിക്കുക. വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. തോൽവികളെ അതിജീവിക്കൽ, റീലാപ്സ് മാനേജ്മെന്റ്. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ തീരുമാനിച്ച് ഏതാനും ദിവസങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയ ശേഷം വീണ്ടും അറിയാതെ പഴയതുപോലെ മണിക്കൂറുകളോളം ഫോണിൽ സമയം കളയുന്ന അവസ്ഥയെയാണ് റീലാപ്സ് എന്ന് വിളിക്കുന്നത്.
ഈ അവസ്ഥയിൽ ഭൂരിഭാഗം ആളുകളും സ്വയം കുറ്റപ്പെടുത്തുകയും എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് വിചാരിച്ച് ശ്രമം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. തിരിച്ചടികളെ എങ്ങനെ നേരിടാം? സ്വയം മാപ്പ് നൽകുക. ഒരു ദിവസം കൺട്രോൾ തെറ്റി ഫോൺ കൂടുതൽ ഉപയോഗിച്ചു പോയാൽ സ്വയം കുറ്റപ്പെടുത്തി നിരാശരാകാതിരിക്കുക. ആ ദിവസത്തെ ഒരു പാഠമായി കാണുക. കാരണം കണ്ടെത്തുക. എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഫോണിലേക്ക് വീണു പോയത് എന്ന് സ്വയം വിശകലനം ചെയ്യുക. അമിതമായ മടുപ്പ് കാരണമാണോ, മാനസിക സമ്മർദ്ദം കാരണമാണോ, അതോ ഉറക്കമില്ലായ്മ കാരണമാണോ? കാരണം കണ്ടെത്തിയാൽ അടുത്ത തവണ അത് തടയാൻ സാധിക്കും. വീണ്ടും ആരംഭിക്കുക. വീണു പോയിടത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കുക. അടുത്ത പ്രഭാതത്തെ ഒരു പുതിയ തുടക്കമായി കാണുക. ഒരു ദിവസത്തെ വീഴ്ച നിങ്ങളുടെ ആകെ ശ്രമങ്ങളെ ഇല്ലാതാക്കുന്നില്ല. തുടക്കത്തിൽ വീഴ്ചകൾ സംഭവിച്ചേക്കാം. ചില ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ തെറ്റിപ്പോയേക്കാം. എന്നാൽ അതിൽ നിരാശരാകാതെ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തെയും ചിന്തകളെയും വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ ഓരോ ചെറിയ ചുവടുവെപ്പും വലിയ വിജയമാണ്. അധ്യായം 3. പുതിയ ശീലങ്ങളും പൂർണ്ണ ജീവിതവും. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ ആ പാത്രം ശൂന്യമായി കിടക്കില്ല, അവിടെ വായു നിറയും. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഡിജിറ്റൽ ലോകത്തെ ബന്ധനങ്ങൾ അറുത്തുമാറ്റാനും നാം തീരുമാനിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ വലിയൊരു ഒഴിവു സമയം പെട്ടെന്ന് വന്നു ചേരും. എന്നാൽ ആ ഒഴിവു സമയം എങ്ങനെ അർത്ഥപൂർണമായി വിനിയോഗിക്കണം എന്ന് കൃത്യമായ പദ്ധതിയില്ലെങ്കിൽ മനസ്സ് വീണ്ടും പഴയ തടവറയിലേക്ക് തന്നെ മടങ്ങാൻ വഴികൾ തിരയും. വിരസതയാണ് ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് നമ്മെ വീണ്ടും തള്ളിവിടുന്ന ഏറ്റവും വലിയ ശക്തി. അതിനാൽ സ്ക്രീനുകളിൽ നിന്ന് ഒഴിവാക്കുന്ന സമയം കൊണ്ട് നിർമ്മിച്ചെടുക്കേണ്ടത് കൂടുതൽ ആനന്ദകരവും പൂർണ്ണതയുള്ളതുമായ ഒരു പുതിയ ജീവിത രീതിയാണ്. കൈവിട്ടുപോയ ഓഫ്ലൈൻ ഹോബികളുടെ വീണ്ടെടുപ്പ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഡിജിറ്റലായി മാറും മുമ്പ് നാം ഏർപ്പെട്ടിരുന്ന എത്രയോ നല്ല ശീലങ്ങളുണ്ട്. സ്ക്രീൻ ലോകത്തേക്ക് ചുരുങ്ങിയപ്പോൾ നാം മറന്നുപോയ അല്ലെങ്കിൽ മാറ്റിവെച്ച ആ പഴയ ആഗ്രഹങ്ങളെയും ഹോബികളെയും തിരികെ പിടിക്കുക എന്നതാണ് ആദ്യപടി. വായിച്ചു തീർക്കാത്ത പുസ്തകങ്ങൾ വീണ്ടും കയ്യിലെടുക്കുക. അക്ഷരങ്ങളിലൂടെ വായനക്കാരന്റെ മനസ്സ് കൈവരിക്കുന്ന ശാന്തതയും ഭാവനാ ലോകവും ഒരു ഷോർട്ട് വീഡിയോയ്ക്കും നൽകാൻ സാധിക്കില്ല. ഒരു പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ തലച്ചോറിൽ രൂപപ്പെടുന്ന സംതൃപ്തി വളരെ കാലം നിലനിൽക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ചലനം നൽകുന്ന കായിക വിനോദങ്ങൾ, ചെടികൾ നട്ടുപിടിപ്പിക്കൽ, വരയ്ക്കൽ, പാട്ടുപാടൽ അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കൽ എന്നിങ്ങനെ മനസ്സിന് ആനന്ദം നൽകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് സമയം മാറ്റിവെക്കുക. എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ ലഭിക്കില്ല. ഇത്തരം യഥാർത്ഥ അനുഭവങ്ങൾ തലച്ചോറിലെ ഡോപ്പമൈൻ ലെവലിനെ സ്വാഭാവികമായും ആരോഗ്യകരമായ രീതിയിൽ നിയന്ത്രിക്കും. യഥാർത്ഥ മനുഷ്യബന്ധങ്ങളുടെ ആഴം കൂട്ടൽ. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് അഥവാ സുഹൃത്തുക്കളും ഫോളോവേഴ്സും ആളുകൾക്കുണ്ട്. എന്നാൽ കഷ്ടപ്പാടുകളിലോ സന്തോഷങ്ങളിലോ ഓടിയെത്താൻ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം നിശബ്ദതയായിരിക്കും. ഡിജിറ്റൽ ലോകത്തെ ലൈക്കുകളും കമന്റുകളും നൽകുന്നത് കൃത്രിമമായ ഒരു അടുപ്പം മാത്രമാണ്. അതിന് മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത നൽകാൻ കഴിയില്ല. സ്ക്രീനുകളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം കൊണ്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരോടൊപ്പം ജീവിക്കുന്നതാണ്. കുടുംബാംഗങ്ങളോട് ഫോണിന്റെ മറവില്ലാതെ നേർക്കുനേർ സംസാരിക്കുക. മാതാപിതാക്കളുടെ പഴയ കഥകൾ കേട്ടിരിക്കുക. കുട്ടികളോടൊപ്പം നിലത്തുരുണ്ട് കളിക്കുക. സുഹൃത്തുക്കളെ നേരിട്ട് ചെന്ന് കണ്ട് ചായ കുടിച്ച് വർത്തമാനം പറയുക. ഒരു നോട്ടിഫിക്കേഷന്റെയും ശല്യമില്ലാതെ ഒരാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധത്തിന്റെ ആഴം അതിമനോഹരമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ആ സാമൂഹികത അനുഭവിച്ചറിയേണ്ടത് സ്ക്രീനുകളിലൂടെയല്ല, മറിച്ച് യഥാർത്ഥ ലോകത്തിലെ കണ്ണീരിലൂടെയും ചിരിയിലൂടെയുമാണ്. ഉത്പാദനക്ഷമതയും മാനസിക പ്രശാന്തതയും നിലനിർത്തൽ. സ്ക്രീൻ ടൈം ബോധപൂർവം കുറച്ചു കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉത്പാദനക്ഷമതയിൽ, പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന വൻ കുതിച്ചുചാട്ടമാണ്. വിഭജിക്കപ്പെടാത്ത ശ്രദ്ധയോടെ ഒരു ജോലി ചെയ്യുമ്പോൾ അത് എത്രയോ വേഗത്തിലും കൃത്യതയോടെയും പൂർത്തിയാക്കാൻ സാധിക്കും. ഡീപ്പ് വർക്ക് അഥവാ ആഴത്തിലുള്ള ഏകാഗ്രതയോടെയുള്ള ജോലി സാധ്യമാകുന്നത് സ്ക്രീനുകളുടെ ശല്യമില്ലാത്ത അന്തരീക്ഷത്തിലാണ്.
ഇത് തൊഴിൽ മേഖലയിലും പഠനത്തിലും വലിയ വിജയങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന മാനസിക ശാന്തതയാണ് ഏറ്റവും വലിയ സമ്മാനം. അനാവശ്യമായ താരതമ്യങ്ങളും ഫോമോ നൽകുന്ന ഉത്കണ്ഠകളും ഇല്ലാതാകുമ്പോൾ മനസ്സ് ശാന്തമായ ഒരു തടാകം പോലെയാകും. ഉറക്കം കൂടുതൽ ആഴമുള്ളതാകും. പ്രഭാതങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകും. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ പോലും തിരിച്ചറിയാനും അതിൽ ആനന്ദിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട രത്നമാണ് നിങ്ങളുടെ സമയം. ആ സമയം ഏത് സ്ക്രീനിൽ, ഏത് ആപ്പിൽ എത്ര നേരം ചെലവഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം നിങ്ങൾക്ക് മാത്രമാണ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യജമാനനാകാൻ സമ്മതിക്കരുത്. മറിച്ച് അതിനെ നിങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ഒരു ദാസനായി നിർത്തുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ എത്തുന്നത്. സ്ക്രീൻ തുറന്നു കാണിക്കുന്ന വർണ്ണപ്പകിട്ടുള്ള അപരലോകത്തേക്കാൾ എത്രയോ സുന്ദരമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ യഥാർത്ഥ ലോകവും മനുഷ്യരും പ്രകൃതിയും. സ്ക്രീനുകൾ അടച്ചുവെച്ച് കണ്ണുകൾ തുറന്ന് ഈ യഥാർത്ഥ ജീവിതത്തെ വന്യമായും മനോഹരമായും ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങുക. ശാന്തവും സംതൃപ്തവുമായ ഒരു ഡിജിറ്റൽ ഫ്രീ ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.